സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് സുധാകരൻ മത്സരിക്കുക. പൊതു സ്വതന്ത്രനായാണ് സുധാകരൻ മത്സരിക്കുക. സംഘടനകൾക്ക് തന്നോട് അനുഭാവമുണ്ടെങ്കിൽ പിന്തുണയ്ക്കാമെന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിക്കുക. അതേസമയം സുധാകരൻ മത്സരരംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ പിന്തുണയ്ക്കാനാണ് UDFന്റെ തീരുമാനം. നാളെ വിളിച്ചു ചേർത്തിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. CPMനെതിരായോ പാർട്ടി നേതാക്കൾക്കെതിരായോ ആക്ഷേപങ്ങളൊന്നും തന്നെ ഉന്നയിക്കാതെയാവും സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുക. ഇക്കാര്യം ഇന്ന് തന്നെ കാണാനെത്തിയ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് സുധാകരൻ ഉറപ്പു നൽകിയെന്നാണ് വിവരം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കോൺഗ്രസ് അംഗീകാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം. 31 സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന പട്ടികയ്ക്ക് തെരഞ്ഞെടുപ്പ് സമിതി യോഗം അംഗീകാരം നൽകിയതായി സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി അറിയിച്ചു. 3 പേർ ഒഴികെയുള്ള എല്ലാ സിറ്റിംഗ് MLAമാരും അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ, K ബാബു, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ പേരുകളാണ് പട്ടികയിലില്ലാത്തത്. K ബാബു ഇത്തവണ മത്സരിക്കാനില്ലെന്ന് നേരത്തെ അറിയിച്ച സാഹചര്യത്തിലാണ് ഒഴിവാക്കിയത്. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മണ്ണെണ്ണ സബ്സിഡി 50 രൂപയായി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൈത്താങ്ങായി മണ്ണെണ്ണ സബ്സിഡിയിൽ വൻ വർധന പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ലിറ്ററിന് 25 രൂപയായിരുന്ന സബ്സിഡി 50 രൂപയായി വർദ്ധിപ്പിച്ചതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. 10 വർഷത്തിലേറെയായി മണ്ണെണ്ണ സബ്സിഡിയിൽ മാറ്റം വരുത്തിയിട്ടില്ലാത്ത സാഹചര്യം പരിഗണിച്ചാണ് ഈ തീരുമാനം. മത്സ്യബന്ധനത്തിനായി മത്സ്യഫെഡ് വഴി അനുവദിക്കുന്ന മണ്ണെണ്ണയ്ക്കാണ് ഈ അധിക ആനുകൂല്യം ലഭ്യമാക്കുക. ജസ്റ്റിസ് ജബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് സർക്കാർ നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി നടൻ മോഹൻലാൽ. മോദി മികച്ച ഭരണാധികാരിയാണെന്നും പ്രചോദിപ്പിക്കുന്ന നേതാവാണെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു. മോദിയുടെ കാഴ്ചപ്പാടുകളിൽ കരുത്തും വ്യക്തതയുമുണ്ടെന്നും കലാകാരന്മാരോടുള്ള അദ്ദേഹത്തിന്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള പ്രത്യേക പോഡ്കാസ്റ്റിലാണ് മോഹൻലാലിന്റെ പരാമർശം. പിണറായി ലാൽ അഭിമുഖം ചർച്ചയായതിനു പിന്നാലെയാണ് മോദിക്ക് പ്രശംസയുമായി മോഹൻലാലിന്റെ പോഡ്കാസ്റ്റിൽ എത്തുന്നത്. രാജ്യത്തോടുള്ള പ്രധാനമന്ത്രിയുടെ സമർപ്പണ മനോഭാവവും മാതൃകയാണെന്ന് മോഹൻലാൽ പുകഴ്ത്തി. സൗകര്യമില്ലായ്മ തുറന്നു പറഞ്ഞ കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ സർജറി വിഭാഗം മേധാവിക്കെതിരെ ആരോഗ്യമന്ത്രി. നോട്ടീസ് പതിച്ച ഡോക്ടർ ശിവപ്രസാദ് അച്ചടക്ക നടപടി നേരിട്ട ആളാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ശിവപ്രസാദ് വീടിനടുത്ത ഭാര്യയുടെ പേരിലുള്ള ആശുപത്രിയിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതിന് വിജിലൻസ് പിടികൂടിയതാണ്. വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് വകുപ്പുതല അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണെന്നും പിന്നാലെ ഡോക്ടറുടെ ഇൻക്രിമെന്റ് റദ്ദാക്കുകയും ചെയ്തിരുന്നതായി മന്ത്രി പറഞ്ഞു.